നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ അവരുടെ ഭരണകാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥിയായി നമ്മളോടൊപ്പം ഉള്ളത് കണ്ണൂർ ജില്ലയിലെ കോളയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റിജി എം ആണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. മലയോര മേഖലയായ കണ്ണൂർ ജില്ലയിലെ കോളയാട് ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ് എന്റെ പഞ്ചായത്ത് ഇന്ന് പോകുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് റിജി എം ഉണ്ട്. നമസ്കാരം ശ്രീമതി റിജി. നമസ്കാരം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയോര മേഖലയാണ്. കാർഷിക മേഖലയ്ക്കും ആരോഗ്യ മേഖലയ്ക്കും പ്രത്യേകം ഊന്നൽ നൽകുന്ന വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടത്തിവരുന്നത്. പഞ്ചായത്തിൽ 14 വാർഡുകളാണ് ഉള്ളത്. ആരോഗ്യ മേഖലയിലെ വികസനത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പഞ്ചായത്ത് ഏകോപിപ്പിച്ച് നടപ്പിലാക്കുന്നത്? നമ്മുടെ പഞ്ചായത്തില് ഒരു PHCയും കൂടാതെ 3 സബ് സെന്ററുകളാണുള്ളത്. അപ്പൊ PHCയുടെ കാര്യത്തിൽ നമ്മൾ വരുന്ന സമയത്ത് കിടത്തി ചികിത്സ പോലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, OP കാര്യങ്ങള്. അപ്പൊ അതൊക്കെ നമ്മൾ വന്നതിന് ശേഷം OP ഉച്ചയ്ക്ക് ശേഷമുള്ള OP കൊണ്ടുവരാൻ സാധിച്ചു. ലാബ് അടക്കമുള്ള സൗകര്യങ്ങൾ ഇപ്പോ മുകളിലെ 1 കോടിയുടെ വർക്ക് ഇപ്പം പൂർത്തീകരണത്തിലേക്ക് എത്തിയിരിക്കുക. കെട്ടിടത്തിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. അതുകൂടെ പൂർത്തിയായി കഴിഞ്ഞാൽ അവിടെ PHC എന്നുള്ളത് ഫാമിലി ഹെൽത്ത് സെന്റർ ആയിട്ട് ഉയർത്താൻ നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ 3 സബ് സെന്ററുകൾ, 2 സബ് സെന്ററുകൾക്കും ഓരോ വർഷങ്ങളിലും മെയിൻ്റനൻസ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മികച്ച പ്രവർത്തനത്തിലേക്ക് വരികയാണ്. നമുക്ക് ഒരു സബ് സെന്ററിന്റെ കെട്ടിടം പാടെ പൊളിച്ചു നീക്കാവുന്ന ഒരിതിലായിരുന്നു. അപ്പൊ അതിനിപ്പോ പുതിയ ഫണ്ട് വെച്ചുകൊണ്ട് പ്രാരംഭഘട്ടത്തിൽ കെട്ടിടം പണി തുടങ്ങിയിട്ടുണ്ട്. മറ്റ് 2 സബ് സെന്ററുകളും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ചുറ്റുമതിൽ അടക്കമുള്ള ഡ്രെയിനേജ് അടക്കമുള്ള സംവിധാനങ്ങൾ, കെട്ടിടത്തിലൊക്കെ ചോർച്ചയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. ഇപ്പോ ഓരോ ഹെൽത്തിന്റെ ഭാഗമായിട്ട് ഓരോ മാസവും ആശാ വർക്കർ മുഖാന്തരം JPHN മുഖാന്തരം ഓരോ വാർഡിൽ തന്നെ നമ്മൾ ജീവിതശൈലി രോഗങ്ങളുടെ ക്യാമ്പയിൻ എല്ലാ വാർഡിലും ജാസ് മീറ്റിംഗ് ഒക്കെ കൃത്യമായി നടത്തി പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ രോഗനിർണയം വന്നിട്ടുള്ള സമയത്ത് തന്നെ ഇപ്പൊ കോവിഡിന്റെ കാലഘട്ടത്തിലായാലും ഏറ്റവും നന്നായി പ്രവർത്തിച്ചിട്ടുള്ള ആശാവർക്കർമാരും PHCയിലെ ഉദ്യോഗസ്ഥരടക്കമുള്ള വാർഡ് മെമ്പർമാരുടെ എല്ലാം നേതൃത്വത്തിൽ നമ്മളൊക്കെ വന്നതിന് ശേഷമുള്ള ഫസ്റ്റത്തെ അനുഭവമാണെങ്കിലും അത് നല്ല രീതിയിൽ തന്നെ ഏറ്റെടുത്ത് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ഇപ്പം നമുക്ക് അഭിമാനിക്കാവുന്ന തരത്തിലാണ് PHCയുടെ വളർച്ചയും ഒക്കെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ആരോഗ്യ മേഖലയിൽ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. കാർഷിക മേഖല കൂടിയാണ്. കാർഷിക മേഖലയിൽ എന്താണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്? കാർഷിക മേഖലയിലെ വികസന പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? കാർഷിക മേഖല എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്ത് പണ്ട് മുതൽക്കേ കോളയാടൻ കപ്പ എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നതായിരുന്നു. പക്ഷെ ഇപ്പൊ കപ്പ കൃഷിക്ക് കുറച്ച് പിന്നോക്കം നിൽക്കുകയാണെങ്കിലും നമ്മൾ പഞ്ചായത്ത് ഏറ്റെടുത്തുകൊണ്ട് തന്നെ കാർഷിക മേഖലയിലെ തെങ്ങ് കൃഷി വികസനം, വാഴ കൃഷി വികസനം, നേന്ത്രവാഴയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ നമ്മുടെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്നത്. അതേപോലെ തന്നെ തെങ്ങ് കൃഷിയുണ്ട്. തെങ്ങ് കൃഷിക്കും പഞ്ചായത്ത് ഓരോ വർഷത്തിലും സബ്സിഡികൾ നൽകിക്കൊണ്ട് എല്ലാ വർഷത്തിലും നമുക്ക് നല്ല കർഷകരുടെ അപേക്ഷയും കിട്ടാറുണ്ട്. ആ രീതിയിൽ മുഴുവൻ ആളുകൾക്കും, ഒരാൾക്ക് പോലും ഒഴിവാക്കാതെ മുഴുവൻ ആളുകൾക്കും സബ്സിഡി കിട്ടുന്ന രീതിയിൽ അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. കാർഷിക മേഖല തെങ്ങ് കൃഷിയും വാഴകൃഷിയും മാത്രമല്ല, എല്ലാ പച്ചക്കറി കൃഷിക്കടക്കം നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു മുറം പച്ചക്കറി എന്നതുപോലുള്ള അത് എല്ലാ വർഷവും അനുവർത്തിച്ചു വരും. എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ആയാലും പഞ്ചായത്തിന്റെ ആയാലും പദ്ധതി വെച്ചുകൊണ്ട് ആളുകൾക്ക് പച്ചക്കറി തൈ എല്ലാ വീടുകളിലും, ഒരു വീട് പോലും ഒഴിക്കാതെ, വീടുകൾക്ക് മാത്രമല്ല നമ്മൾ സ്ഥാപനങ്ങൾക്കടക്കം പച്ചക്കറി തൈ നൽകിക്കൊണ്ട് ഇപ്പൊ അംഗൻവാടി തലത്തില്, സ്കൂൾ തലത്തില് മികച്ച കർഷകരെ ആദരിച്ചൊക്കെ
പഞ്ചായത്ത് തലത്തിൽ ആദരിക്കുന്നു, കുട്ടി കർഷകരെ ആദരിക്കുന്നു. ആ രീതിയിൽ പച്ചക്കറി തൈകൾ നൽകിക്കൊണ്ട് ഒരു വീട്ടിൽ പോലും പച്ചക്കറി ഇല്ലാത്ത വീടുകളില്ല എന്നുള്ളതാണ്. ഒരു ഒന്നോ രണ്ടോ മുളക് ഗ്രാമം പദ്ധതിയിലൂടെ നമ്മൾ മുഴുവൻ വീടുകൾക്കും തൈകൾ വിതരണം ചെയ്തുകൊണ്ട് നല്ല നല്ല മേന്മ, നല്ല അഭിപ്രായത്തോടുകൂടെ നല്ല രീതിയിൽ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ നെൽകൃഷിയുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് ഇപ്പം വന്നിട്ടുണ്ട് എങ്കിലും അവിടെ പാടശേഖര സമിതിയിലൂടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് നമ്മുടെ കൃഷി ഓഫീസറായാലും കൃഷി ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരായാലും ഒക്കെ നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് ഇപ്പൊ VSPCK പോലുള്ള സംഘടനയിലൂടെ നമുക്ക് ജൈവവള യൂണിറ്റുകൾ നിർമ്മിച്ചുകൊണ്ട് ഓരോ മേഖലയിലും ഓരോ വാർഡ് തിരിച്ച് യൂണിറ്റുകൾ രൂപീകരിച്ചുകൊണ്ട് കൃഷിക്കാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ജൈവവള യൂണിറ്റുകൾ അടക്കം നിർമ്മിച്ച് അവർക്ക് സഹായമാകുന്ന രീതിയിൽ എപ്പോഴും പഞ്ചായത്ത് കർഷകർക്ക് നമ്മൾ മൃഗസംരക്ഷണ മേഖല എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും 600-700 ആളുകൾക്കാണ് എല്ലാ വർഷവും മുട്ടക്കോഴി വിതരണം, മുട്ട ഉൽപാദനത്തിന്റെ ഭാഗമായിട്ടാണ് മുട്ടക്കോഴി വിതരണം നടത്തുന്നത്. അതുപോലെ തന്നെ പാലുൽപ്പന്നത്തിന്റെ ഭാഗമായിട്ട് പശുവിനിപ്പോ പാലിന് സബ്സിഡി, കാലിത്തീറ്റ സബ്സിഡി, അതുകൂടാണ്ട് ഇൻഷുറൻസ് കവറേജ് ഓരോ വർഷത്തിലും അവര് മുഴുവൻ ആളുകളെയും പശു വളർത്തുന്ന മൃഗസംരക്ഷണ മേഖലയിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അവർക്ക് NRGയിൽ ഉൾപ്പെടുത്തി തൊഴുത്ത് നിർമ്മാണം, കോഴിക്കൂട് നിർമ്മാണം, അത്തരത്തിലൊക്കെ കൃഷിയുടെ സമസ്ത മേഖല നമുക്ക് ഈ മലയോര മേഖല ആയതുകൊണ്ട് തന്നെ മൃഗങ്ങളായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല മുന്നോട്ട് കാർഷിക വൃത്തിയിൽ നല്ല മുന്നോട്ട് വന്നിട്ടുള്ള ഒരു പഞ്ചായത്താണ് നമ്മുടെ. അതിലേറെ അഭിമാനിക്കുകയും ചെയ്യുന്നു. നമുക്ക് പഞ്ചായത്തിന് എത്രത്തോളം ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് അഭിമാനത്തോടെ നോക്കിക്കാണുന്ന. തീർച്ചയായിട്ടും മാലിന്യമുക്ത പഞ്ചായത്താണ്. എങ്ങനെയാണ് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഏകോപിപ്പിച്ച് നടപ്പിലാക്കുന്നത്, MCF സംവിധാനങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രയോജനപ്പെടുത്തുന്നത്? നമ്മുടെ പഞ്ചായത്തില് ഒരു MCF ആണ് ഉള്ളത്. നമുക്ക് 14 വാർഡിൽ കൂടെ 28 ഹരിതകർമ്മ സേനാംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ 2 വാർഡുകളിൽ ഇപ്പോ ഓരോ ഹരിതകർമ്മ സേനാംഗങ്ങളെ വെച്ച് 26 ഹരിതകർമ്മ സേനാംഗങ്ങളാണ്. അത് കൺസോർഷ്യമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് അതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇപ്പൊ നേരിടുന്നില്ല. നമുക്ക് ആദ്യം അവസരങ്ങളിലൊക്കെ യൂസർ ഫീയുടെ കാര്യത്തിൽ വളരെ കുറവായിരുന്നു. നമ്മൾ എല്ലാ വാർഡുകളും നിരന്തരം ഇടപെട്ടതിന്റെ ഭാഗമായിട്ടും ശുദ്ധമലിന സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ വാർഡിലും ജാഗ്രതാ സമിതികളൊക്കെ രൂപീകരിച്ചുകൊണ്ട് ശുചിത്വ മേഖലകളെ കണ്ടെത്തി അവിടെ ശുചിത്വ പാർക്കൊക്കെ നിർമ്മിക്കാനും, ഇപ്പൊ ടൗണില് കോളയാട് ടൗണിലെ 2 ഇടങ്ങളിലായിരുന്നു നമ്മള് നെടുമ്പോയി ടൗണിലായിരുന്നു മാലിന്യം കെട്ടിക്കിടക്കുന്ന ഇടങ്ങൾ കണ്ടെത്തിയിട്ടില്ല. അവിടെയൊക്കെ ശുചീകരിച്ചുകൊണ്ട് അവിടെ സ്കൂളിലെ NSS വളണ്ടിയേഴ്സിനെ കൊണ്ട് അവരും ഞങ്ങളും ഒക്കെ കൂടെ അവിടെ ഒരു ചെറിയൊരു മിനി പാർക്കൊക്കെ നിർമ്മിക്കാനൊക്കെ സാധിച്ചു. ആ രീതിയിൽ വളരെയേറെ മുന്നോട്ട് ഇപ്പം യൂസർ ഫീയുടെ കാര്യത്തിലായാലും 100% എത്താൻ നമുക്ക് സാധിച്ചു. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വാർഡുകളിലും നല്ല രീതിയിൽ അവര് ഒരു ദിവസം പോലും മുടക്കം വരുത്താതെ 15 ദിവസത്തിനുള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ റിവ്യൂവിലൂടെയും ഒക്കെ കൃത്യമായിട്ട് അവര് ചെയ്തു പോകുന്നുണ്ട്. ആ രീതിയിൽ മികച്ച ഇപ്പം പ്രവർത്തനം കാഴ്ചവെക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. ബോട്ടിൽ ബൂത്ത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഫസ്റ്റ് കൊണ്ടുവന്ന ഒരു പഞ്ചായത്താണ്. നമ്മളുള്ള കാലത്തിൽ നമുക്ക് മുന്നേ ഇരുന്ന ഭരണകർത്താക്കൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അത് അനുവർത്തിച്ചു പോകാൻ നമ്മളെ കൂടെയും ഇപ്പൊ ബോട്ടിൽ ബൂത്ത് കൂടുതൽ ആയിട്ട് വെക്കാനും അത് ബ്ലോക്കിന്റെ ബോട്ടിൽ ബൂത്ത് വെക്കാനും സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മളിപ്പോ ബിന്നുകൾ എല്ലാ പൊതു സ്ഥാപനങ്ങൾ അവര് തന്നെ അസോസിയേഷന്റെ ഭാഗമായി വിളിച്ച് അവരെ കൊണ്ട് തന്നെ വെപ്പിക്കുകയും നമ്മുടെ പഞ്ചായത്ത് നിലയിൽ എല്ലാ പൊതു സ്ഥാപനങ്ങളിലും നമ്മുടെ സ്കൂളുകളിൽ, അംഗൻവാടികളിൽ, മറ്റ് ഘടക സ്ഥാപനങ്ങളിൽ ഒക്കെ
ബിന്നുകൾ നിക്ഷേപിച്ചുകൊണ്ട് ബിന്നുകൾ ജൈവവും അജൈവവും വേർതിരിച്ചിടാനുള്ള എല്ലാ സ്കൂളുകൾക്കും പേപ്പർ വേസ്റ്റ്, ജൈവ വേസ്റ്റ് അങ്ങനെ വേർതിരിച്ചിടാനുള്ള സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഏറെ ശ്രദ്ധയോടെ എല്ലാ ആളുകളും ഇപ്പോൾ ശുചിത്വ ഗ്രാമസഭയിലൂടെ കുട്ടികൾക്ക് അതിനെക്കുറിച്ച് ശുചിത്വമായിട്ട് ബന്ധപ്പെട്ട് അവയർനെസ് കൊടുക്കാനും അവരെ പങ്കാളികളാക്കാനും സാധിച്ചു. അവരെ അതിലേക്ക് എത്തിക്കാനും എല്ലാ വർഷവും തുടർച്ചയായിട്ട് നമുക്ക് ഇപ്പൊ ഓരോ വർഷവും നമ്മൾ ശുചീകരിച്ച് കഴിയുമ്പോഴും അവിടെ പൂർണ്ണമാവുന്നില്ലല്ലോ. ശുചീകരണ പ്രവർത്തനം എന്ന് പറയുമ്പോൾ തുടർന്നു കൊണ്ടുപോകുന്നതല്ലേ. അതില് നമ്മളിപ്പോ പൂർണ്ണതയിലേക്ക് എത്തിയിട്ടുണ്ട്. ശുചിത്വ പ്രവർത്തനങ്ങൾ നമ്മൾ മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പദ്ധതികളും ബോട്ടിൽ ബൂത്ത് ആയാലും ബിന്നുകളായാലും സോക്ക് പിറ്റുകൾ എവിടെയൊക്കെ വേണ്ടുന്നത്, സോക്ക് പിറ്റുകൾ ഇപ്പോൾ മാർക്കറ്റ് പോലുള്ള സ്ഥലങ്ങളിൽ സോക്ക് പിറ്റിന്റെ സംവിധാനം ഇപ്പോൾ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. സ്കൂളുകൾക്കും അംഗൻവാടികൾക്കും സോക്ക് പിറ്റ് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. വീടുകളിൽ കമ്പോസ്റ്റ് പിറ്റ്, ജൈവവള യൂണിറ്റുകൾ കമ്പോസ്റ്റ് പിറ്റിന് കൊടുത്തു. സ്ഥാപനങ്ങൾക്കും കമ്പോസ്റ്റ് പിറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും മാലിന്യ സംസ്കരണം അടക്കം മികച്ച രീതിയിലാണ് കോളയാട് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വീട് എന്ന് പറയുന്നത്. ലൈഫ് ഭവന പദ്ധതി എത്രത്തോളം ഗ്രാമപഞ്ചായത്തിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ലൈഫ് ഭവന പദ്ധതി നോക്കിക്കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വീട് അനുവദിച്ചിട്ടുള്ള പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത് ലൈഫിന്റെ കാര്യത്തില്. അങ്ങനെ നോക്കുമ്പോൾ 368ഓളം വീടുകൾക്ക് നമുക്ക് ആളുകൾക്ക് നൽകാൻ കഴിഞ്ഞു. അതിൽ 250 വീടുകളോളം ഇപ്പം പൂർത്തീകരണ ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അത്രയും വീട് മറ്റൊരു പഞ്ചായത്തിൽ ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ ട്രൈബൽ മേഖല ആയതുകൊണ്ട് തന്നെ ഒരുപാട് മാനദണ്ഡങ്ങൾ ഉണ്ട് എങ്കിലും അത് ഏറ്റവും അഭിമാനിക്കാവുന്ന രീതിയിൽ നമുക്ക് ഇത്രയും ആളുകൾക്ക് കൊടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നതിന് നമുക്ക് പഞ്ചായത്ത് ഏറ്റവും വരുമാനം കുറഞ്ഞ പഞ്ചായത്താണെങ്കിലും നമ്മൾ ഹഡ്കോ വായ്പയൊക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ ജനങ്ങൾക്ക് സേവനം എത്തിച്ചിട്ടുള്ളത്. മുഴുവൻ വീട്ടുകാർക്കും ഇപ്പോൾ നമ്മുടെ സമ്പൂർണ്ണ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി താക്കോൽദാനം ഇപ്പം 22-ാം തീയതി MLA നിർവഹിക്കുകയാണ്. ഇവിടെ മുന്നേ നടത്തേണ്ടിയിരുന്നു, MLAന്റെ ഡേറ്റ് കിട്ടാത്തതുകൊണ്ടാണ് കുറച്ച് നീണ്ടുപോയത്. എങ്കിലും നല്ല രീതിയിലുള്ള പ്രവർത്തനം ഇപ്പോൾ നടന്നു പോകുന്നു. തീർച്ചയായിട്ടും ടൂറിസത്തിന് അനന്ത സാധ്യതയുള്ള ഒരു പ്രദേശമാണോ കോടയാട് ഗ്രാമപഞ്ചായത്ത്? എങ്ങനെയാണ് ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നത്? ടൂറിസത്തിന് ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷെ നമ്മുടെ വനമേഖല ആയതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് ഇടപെടാൻ സാധിക്കാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ഈക്കോട്ട് ടൂറിസം പോലുള്ള സംവിധാനമേ അവിടെ നടക്കുള്ളൂ. മാത്രമല്ല അത് വന സംരക്ഷണ സമിതിയിലൂടെ മാത്രമേ കൊടുക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അതിലൂടെ പ്രോജക്റ്റ് തയ്യാറാക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അവരുടെ ആദ്യത്തെ ഈ വർഷത്തെ പദ്ധതിയിലേക്ക് എടുക്കാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അത് അപ്രൂവായി വന്നിട്ടില്ല. നമുക്കത് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആരോഗ്യ മേഖലയും കാർഷിക മേഖലയും പോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടതാണ് വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ എത്രത്തോളമാണ്? വിദ്യാഭ്യാസ മേഖല എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് 11 സ്കൂളാണുള്ള, 1 ഹൈസ്കൂള്, 6 ഗവൺമെന്റ് സ്കൂളുമാണ് ഉള്ളത്. അവർക്ക് വേണ്ടുന്ന കണ്ടിജൻസിയിലുള്ള എല്ലാ സ്കൂളുകൾക്കും കണ്ടിജൻസി ചെലവ് കൊടുക്കുന്നുണ്ട്. അത് കൂടാണ്ട് MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സ്കൂളുകൾക്ക് കെട്ടിടം, അടുക്കള, അതുപോലെയുള്ള കാര്യങ്ങൾ, പെയിന്റിങ് അടക്കമുള്ള കാര്യങ്ങൾ, ഗ്രൗണ്ട് നവീകരണം, ചുറ്റുമതിൽ, അതൊക്കെ ചെയ്യാൻ സാധിച്ചു. അതുകൂടാണ്ടാണ് നമ്മൾ പട്ടികവർഗ വിഭാഗത്തിലുള്ള ഏറ്റവും 1ാം ക്ലാസ് പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും, നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ കുട്ടികൾക്കും ഫർണിച്ചർ, മേശ, കസേര നൽകിക്കൊണ്ട് ST മാത്രമല്ല SC കുട്ടികൾക്കും ഫർണിച്ചർ നൽകിക്കൊണ്ട് അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം വരുത്താൻ, കൂടാതെ
ST വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള SC വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് സ്കോളർഷിപ്പ് പോലെയുള്ള ഉന്നത വിജയം കൈവരിച്ചിട്ടുള്ള ആളുകൾക്ക് സ്കോളർഷിപ്പ് നമുക്ക് ഇപ്പൊ 2 വർഷമായിട്ടുള്ളൂ നമുക്ക് വന്നിട്ട്. അതിന് മുന്നേ ബ്ലോക്ക് പഞ്ചായത്തായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പൊ 2 വർഷത്തോളമായിട്ട് നമ്മൾ പഞ്ചായത്ത് കൊടുത്തു വരുന്നുണ്ട്. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വയോജനങ്ങൾക്ക്, ഭിന്നശേഷിക്കാർക്ക് നിരവധി ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നതല്ലേ? അതെ അതെ. വയോജനങ്ങളുടെ കാര്യത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും വയോജന ഗ്രാമസഭ മുതൽ വയോജന ഗ്രാമസഭയിലൂടെ ഉന്നയിച്ചിട്ടുള്ള അവര് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള അവർക്കൊരു ട്രിപ്പ് പോകാൻ ഉല്ലാസയാത്ര സംഘടിപ്പിക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ അവരുടെ കലോത്സവം നടത്താൻ ഇപ്പോ ഈ കഴിഞ്ഞ വർഷം ഏറെ സന്തോഷം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അവരുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞപ്പം പുറത്തേക്ക് ഒന്ന് ഇറങ്ങിപ്പോവാൻ സാധിക്കാത്ത ഒരുപാട് ആളുകൾ വയോജനത്തിൽ ഉണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്ക് നമുക്ക് ഈ സാഹചര്യം ഒരുക്കി കൊടുത്തപ്പോൾ അവരുടെ മനസ്സും അവരെ ആരോഗ്യ മേഖലയിലാണെങ്കിലും അവർക്ക് എന്നും വന്നിരുന്നു പോകാൻ തക്ക രീതിയിൽ ഇവിടെ നമ്മുടെ വയോജന മന്ദിരങ്ങൾ, ഈ വയോജന കേന്ദ്രങ്ങൾ നവീകരിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉള്ള വയോജന കേന്ദ്രങ്ങളൊക്കെ നവീകരിച്ചു കൊടുത്തു. അതുകൂടാണ്ട് ഇവിടെ കോളയാട് ടൗണിൽ അവർക്ക് വയോജന വിശ്രമ കേന്ദ്രത്തിൽ എല്ലാ സൗകര്യങ്ങളും, അവർക്ക് ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടുന്ന ഫിറ്റ്നസ് അടക്കമുള്ള സംവിധാനങ്ങളും അവർക്ക് അത്യാവശ്യം വന്നിരുന്ന് ചായ കാപ്പിയൊക്കെ കുടിക്കാനുള്ള സംവിധാനങ്ങൾ അവരെ കെയർ ടേക്കർ അടക്കം നിശ്ചയിച്ചുകൊണ്ട് ആണിപ്പോ നടന്നു പോകുന്നത്. ആ രീതിയിലും നമുക്ക് അവരുടെ സമസ്ത മേഖലകളും സ്പർശിച്ചു കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു സന്തോഷം തന്നെയാണ്. കണ്ണൂർ ജില്ലയിലെ കോളയാട് ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് എൻ്റെ പഞ്ചായത്തിലൂടെ പങ്കുവെക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് റിജി എം ഉണ്ട്. ശ്രീമതി റിജി, ഗ്രാമീണ റോഡുകൾ, വഴിവിളക്ക് സംവിധാനങ്ങളൊക്കെ എത്രത്തോളമാണ് നവീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? നമ്മുടെ ഗ്രാമീണ റോഡുകളൊക്കെ നമ്മുടെ പഞ്ചായത്തില് എനിക്ക് തോന്നുന്നു മറ്റു പഞ്ചായത്തുകളെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു റോഡ് പോലും പൊട്ടിപ്പൊളിഞ്ഞ റോഡ് കാണാനില്ല എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട്, നമ്മൾ ഭരണത്തിൽ ഏറിയത് മുതൽ ഒരുപാട് പ്രതിസന്ധികൾ, ഇപ്പം ആദ്യം മെയിൻ്റനൻസ് ഫണ്ട് ഉപയോഗിച്ചിട്ടായിരുന്നു ആദ്യമൊക്കെ റോഡ് നിർമ്മാണം ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് അറിയാലോ. അപ്പോൾ അത് മെയിൻ്റനൻസ് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നുള്ളത് കൊണ്ട് ആ പ്രതിസന്ധി ഘട്ടവും തൊഴിലുറപ്പിന്റെ 30% എന്നുള്ള 10% ആക്കിയത്. എങ്കിലും നമുക്ക് ആ പ്രതിസന്ധികൾക്കിടയിലും ഉള്ള ഫണ്ട് വെച്ചിട്ട് നമുക്ക് എല്ലാ വാർഡിലും ഒരു വാർഡിന്ന് വ്യത്യാസമില്ലാതെ ഇന്ന വാർഡിന്ന് വ്യത്യാസമില്ല 14 വാർഡിലും വികസനം എത്തിക്കാൻ നമുക്ക് സാധിച്ചു. റോഡുകൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്ത് പറയാൻ 2 കോടി പദ്ധതി ഇപ്പം കോളയാട് ടൗൺ സൗന്ദര്യവൽക്കരണമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. അതുകൂടാണ്ട് ഇപ്പം ഈ ബജറ്റില് നെടുമ്പൽ ടൗണ് 1 കോടി രൂപേന്റെ സൗന്ദര്യവൽക്കരണത്തിന് ഇപ്പം പാസ്സായിട്ടുണ്ട്. അതും ഇപ്പം നടക്കും. എല്ലാ റോഡുകളും തൊഴിലുറപ്പിലൂടെ ആയാലും നമ്മുടെ പദ്ധതി വെച്ചിട്ടായാലും മെയിൻ്റനൻസ് ചെയ്യേണ്ടതും, ഇപ്പൊ പൊട്ടിപ്പൊളഞ്ഞ റോഡ്, ഇപ്പൊ പുതിയ ആസ്തിയിൽപ്പെടുത്തിയ റോഡുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരുപാട് റോഡുകൾ പുതിയ റോഡുകൾ ആസ്തിയിൽപ്പെടുത്താൻ വന്നിട്ടുണ്ട്. അത് ആ ട്രാക്കിലൂടെ കണ്ടെത്തിയിട്ടുള്ള റോഡുകൾ സ്വമേധയാ വാർഡ് മെമ്പർമാർ ഏറ്റെടുത്തിട്ടുള്ള അത്തരം റോഡുകൾക്ക് ഇപ്പൊ ആസ്തിയിൽപ്പെടുത്തിയത് കൊണ്ട് തന്നെ നമുക്ക് ഫണ്ട് വെക്കാൻ സാധിച്ചിട്ടില്ല. ബാക്കിയുള്ള ഉന്നയിച്ചിട്ടുള്ള മുഴുവൻ റോഡുകൾ നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതിന് ഏറെ അഭിമാനിക്കാൻ. നമുക്ക് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഇല്ല. ഈ ജലജീവ മിഷന്റെ പ്രവർത്തനം കൊണ്ട് നമ്മൾ പണിയെടുത്ത പ്രവർത്തനത്തിൽ ജലജീവ മിഷൻ കീറിയപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ അത് അവരിപ്പോ തുടർന്ന് വന്നുകൊണ്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ 1-2 വാർഡുകളിലാണ് ഇപ്പോൾ അവര് കീറിയെടുത്ത് ഫില്ല് ചെയ്യാനുള്ളത്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാ റോഡുകളും MLA ഫണ്ട് ആയാലും കോടിക്കണക്കിന് 17 കോടി രൂപയുടെ റോഡ് വികസന പ്രവർത്തനങ്ങളാണ്. 1,25,00,000 MLA ഫണ്ട്, 17 കോടി രൂപയുടെ വയനൂർ വേക്കളം റോഡ്, അങ്ങനെ എല്ലാ റോഡുകളും
മികച്ചതാക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത്. ഉൾപ്രദേശത്തുള്ള റോഡുകളടക്കം ജില്ലാ ബ്ലോക്ക് ഷെയർ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അതൊക്കെ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും മഴക്കാലമാണ്. ഈ മഴക്കാലത്ത് വെള്ളം കയറുന്ന മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ പഞ്ചായത്തിലുണ്ടോ? എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിച്ച് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും മഴക്കാല പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മള് ഭരണത്തിൽ കയറിയതും അതിൽ ഇതിന്റെ സാഹചര്യം കഴിഞ്ഞ പാടെ 2 തവണ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള മേഖലയാണ് നമ്മളത്. ഫസ്റ്റത്തെ തവണ ചെക്കേരി പറയുന്ന ഒരു മേഖലയിൽ 2022 ഉരുൾപൊട്ടലുണ്ടായി. വലിയ ദുരന്തങ്ങളാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഇപ്പോ ജില്ലാ പഞ്ചായത്തിന്റെയും നമ്മുടെ പദ്ധതിയുടെ ഒക്കെ ഭാഗമായിട്ട് അത് പൂർത്തീകരിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പൊ വീണ്ടും പെരുവ നമ്മുടെ അഞ്ചരക്കണ്ടി പുഴയുടെ ഉത്ഭവസ്ഥാനമായിട്ടുള്ള പെരുവ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. അവിടെ വീടുകൾക്കും ആ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോ നമ്മുടെ ഉരുൾപൊട്ടലുണ്ടായ പെരുവ പ്രദേശത്ത് മാത്രമല്ല നമ്മുടെ പഞ്ചായത്തിലെ വിവിധ ഇടങ്ങൾ മണ്ണിടിച്ചില് പോലെയുള്ള കാര്യങ്ങള് ഇവിടെ മട്ടന്നൂർ മണ്ഡലത്തിൽ തന്നെ 6ഓളം പഞ്ചായത്തുകൾ ഈ തരത്തില് മണ്ണിടിച്ചില് അതില് ഏറെയും നമ്മുടെ പഞ്ചായത്തില് മാങ്ങാട്ടിടം പോലെയുള്ള പഞ്ചായത്തിൽ ഒരുപാട് എല്ലാ വീടുകൾക്കും നാശനഷ്ടം സംഭവിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തും വീടുകളിൽ വെള്ളം കയറി നാശനഷ്ടം സംഭവിച്ചത് കൂടാതെ 2 വീടുകൾ പൂർണ്ണമായും നശിക്കുകയും 2 വീട് ഭാഗികമായി പൂർണ്ണമായും നശിച്ചു എന്ന് തന്നെ പറയാം. പക്ഷെ അത് ഭാഗികമായിട്ട് എന്ന രീതിയിലാണ് ഇവർ കണക്ക് എടുത്തിട്ടുള്ളത്. അങ്ങനെ 4 വീടുകൾ നമുക്ക് പൂർണ്ണമായി പോവുകയും അല്ലാണ്ട് ചെറിയ പൊട്ടലുള്ളത് 75ഓളം വീടുകളാണ് ഇപ്പം വെള്ളം കയറിയും അവരുടെ ഉപകരണങ്ങൾ നശിച്ചിട്ടും ഒക്കെ പോയിട്ടുള്ളത്. ആ രീതിയിൽ അവർക്കൊക്കെ നമ്മൾ ഇടപെടേണ്ട മൂലമായി ഇപ്പം വീട് നഷ്ടപ്പെട്ടിട്ടുള്ളവർക്ക് ഫണ്ട് ചെറിയ തോതിൽ 1.80, 2 ഒക്കെ കണക്കിന് അങ്ങനെ വന്നിട്ടുണ്ട്. മറ്റ് കാർഷിക മേഖലയിൽ അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, മൃഗങ്ങളടക്കം ഒലിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായി. അവർക്കൊക്കെ ഇപ്പൊ ഫണ്ട് ഇപ്പം കളക്ടറുടെ നേതൃത്വത്തിൽ മിനിഞ്ഞാന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോ അതില് അപ്രൂവ് ആയിട്ടുണ്ട് എന്നുള്ള അറിയാൻ സാധിച്ചിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് അവരെ അക്കൗണ്ടിലേക്ക് വരും. വീടിൻ്റെ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ അപ്പോ സ്കൂളുകളിൽ പെരുവ സ്കൂളിലും വെക്കളം സ്കൂളിലും ക്യാമ്പയിൻ നടത്തിക്കൊണ്ടാണ് ആളുകളെ സുരക്ഷിതമായ ഏരിയയിൽ പാർപ്പിച്ചിരുന്നത്. അവർക്ക് എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ ആനുകൂല്യങ്ങൾ കിട്ടാൻ കുറച്ച് ലേറ്റായി എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ, എന്നാലും ഇപ്പൊ കിട്ടി. അതൊഴിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണവും അവർക്ക് ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. മറ്റ് ജനകീയമായി കണ്ടെത്തേണ്ട അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ജനകീയമായിട്ടും പഞ്ചായത്തായിട്ടും ഏറ്റെടുത്ത് കണ്ടെത്തി കൊടുക്കാൻ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിലെല്ലാം ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സ്ത്രീ ശാക്തീകരണ രംഗത്ത് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി നിരവധി വികസന പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നുണ്ടല്ലോ. സ്ത്രീകളുടെ വികസനം ഏറ്റവും കുടുംബശ്രീ തന്നെയാണ് മൂലധനമായിട്ട് നമുക്ക് പറയാനുള്ളത്. കുടുംബശ്രീയിലൂടെ നമുക്ക് വിവിധ സംരംഭങ്ങൾ, നമുക്ക് ഏറ്റവും എടുത്തു പറയാനുള്ള ഒരു സംരംഭമാണ് ന്യൂട്രിമിക്സിലൂടെ വിവിധ അംഗൻവാടികൾ പ്രോട്ടീൻ കിറ്റ് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിലെ അംഗൻവാടികൾക്ക് മാത്രമല്ല മറ്റ് അംഗൻവാടികൾക്കൊക്കെ കൊടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹോട്ടല് കിയോസ്ക്, വിവിധ ആട്ടിൻകൂട് പദ്ധതി, ആട്ടിൻകൂട് പദ്ധതി, കോഴിക്കൂട് പദ്ധതി, അങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടുന്ന സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ സംരംഭങ്ങൾക്ക് സബ്സിഡി കുടുംബശ്രീയും പഞ്ചായത്തും വ്യവസായ വകുപ്പിൽ നിന്നടക്കം വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് അവരെ സംരംഭത്തിലേക്ക് എത്തിക്കാനും, നമുക്ക് സംരംഭത്തിന്റെ കാര്യത്തിൽ നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള ഫസ്റ്റ് വർഷം 72 രണ്ടാമത്തെ വർഷം 55. ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സ്ത്രീ ശാക്തീകരണ രംഗത്തടക്കം നിരവധി വികസന പ്രവർത്തനങ്ങളാണ്, സംരംഭങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഇനിയുള്ള ഭാവി വികസന പദ്ധതികൾ എന്തൊക്കെയാണ്? ഇപ്പം സ്ത്രീകൾക്ക് ഇപ്പം ഫിറ്റ്നസ് സെന്റർ അടക്കം ഇപ്പം നടത്തി എന്നിട്ട് അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. അത് ഉദ്ഘാടനം കഴിക്കുന്നതോടുകൂടി നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്കടക്കം ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും.
ഇനി നമുക്ക് ഇക്കോ ടൂറിസം പോലുള്ള പദ്ധതി നമ്മുടെ ഒരു സ്വപ്നം തന്നെയാണ്. അത് നടപ്പിലാക്കാൻ ഈ വികസന സമിതിയുടെ അനുമതി ഉണ്ടായാൽ ആ പദ്ധതിയിൽ എടുത്തിട്ടുണ്ട്. ആ പദ്ധതി പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ടൂറിസം മേഖല, ഒരുപാട് സാധ്യതകളുള്ള വെള്ളച്ചാട്ടവും അമ്പലങ്ങള്, വനപ്രദേശം, ഒരുപാട് സിനിമ ഷൂട്ടിങ്ങുകൾ നടത്തിയിട്ടുള്ള ഏരിയയാണ് നമ്മുടെ ഏരിയ. മനോഹരമായ കാഴ്ചകളുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ അതില് വലിയൊരു സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഇക്കോ ടൂറിസം നടപ്പിലാക്കുക എന്നുള്ളതാണ് ഏറെ ലക്ഷ്യം. പിന്നെ PSC FSC ആകുന്നുണ്ട്. അത് പൂർണ്ണ രൂപത്തിൽ എത്തിക്കഴിഞ്ഞാൽ കിടത്തി ചികിത്സ അടക്കമുള്ള സൗകര്യം നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ പട്ടികവർഗ അപ്പൊ 6 സെറ്റിൽമെന്റ് ഒഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പട്ടികവർഗ വിഭാഗം താമസിക്കുന്ന ഒരു പഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്താണ്. കേരളം കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് അവരുടെ മുറ്റത്ത് തന്നെ ഈ ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ, ഇപ്പൊ പെരുവ പോലുള്ള പ്രദേശത്താണ് നമ്മുടെ PHC ഉള്ളത്. ഏറ്റവും കൂടുതൽ ST മേഖലയുള്ള പ്രദേശത്ത് അവർക്ക് വീട്ടുമുറ്റത്ത് എന്നതുപോലെ തന്നെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് പൂർണ്ണതയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് വലിയൊരു FSC ഫാമിലി ഹെൽത്ത് സെന്റർ ആക്കുക എന്നുള്ളത് ഒരു വലിയ സ്വപ്നം തന്നെയാണ്. അതും ഏതാനും ഈ വർഷം തന്നെ ഏതാനും മാസങ്ങൾ കൊണ്ടത് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ശുചിത്വ മേഖലയിൽ നമ്മൾ തുടർന്നു വരുന്നതാണെങ്കിലും തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അത് ശാശ്വതമായിട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാത്രയിൽ പോകുന്ന ആളുകൾ ആയാലും അതിന് നമ്മൾ ഭിന്നകളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ആ തരത്തിലേക്ക് ബോധത്തിലേക്ക് എത്തിയിട്ടില്ല. അത്തരത്തിലും കൂടെ ആളുകളെ നിരന്തരം ബോധവൽക്കരിക്കുന്നുണ്ട്. ആ രീതിയിൽ മികച്ച ഒരു പഞ്ചായത്ത് തന്നെയാണ്. എങ്കിലും അത് ഗവൺമെന്റിന്റെ ഇതിലും കൂടെ ശക്തമായിട്ടുള്ള നടപടികൾ വരുമ്പോഴേ നമുക്കും നമ്മൾ പ്രവർത്തിച്ചതിന് ഒരു മൂല്യം ഉണ്ടാവുള്ളൂ. അപ്പൊ ശുദ്ധ മേഖലയിലും കാർഷിക മേഖലയിൽ ഇപ്പോ ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് നേരിടുന്നതെന്ന് പറഞ്ഞാൽ മൃഗങ്ങളായിട്ടുള്ള ആനയായാലും കുരങ്ങ്, പന്നി ശല്യത്തിന് വേണ്ടി നമ്മൾ ഇപ്പം ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റിന് അനുമതി ഉണ്ടല്ലോ ഇങ്ങനെ കൊടുക്കാൻ. അപ്പൊ ഷൂട്ടർമാരെ നിയമിച്ചുകൊണ്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. കുരങ്ങിനൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവര് ചെയ്യുന്ന കാർഷിക വൃത്തികൾ അവർക്ക് തന്നെ കിട്ടാനുള്ള ഒരു സംവിധാനം മൃഗസംരക്ഷണ മേഖലയിൽ ഫെൻസിങ് അടക്കമുള്ള സംവിധാനങ്ങൾ ജില്ലാ പഞ്ചായത്തുമായിട്ട് ആലോചിച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ ഭരണത്തിലേറിയത് മുതൽ ഒരുപാട് പ്രതിസന്ധികളാണ് നമുക്ക് വന്നിട്ടുള്ളത്. 2020 തുടങ്ങി ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ വർഷം നമുക്ക് പ്രതിസന്ധി ഇല്ല ബുദ്ധിമുട്ടുകൾ ഇല്ലാണ്ട് കഴിഞ്ഞുകൂടിയിട്ടുള്ളൂ. ബാക്കി എല്ലാ വർഷവും ദുരന്തമായാലും ഈ പറഞ്ഞ കോവിഡിന്റെ പ്രശ്നമായാലും നമ്മൾ ഏറെ ബുദ്ധിമുട്ടിയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അതൊക്കെ മാറി ഫണ്ടിന്റെ കാര്യത്തിലായാലും മെയിൻ്റനൻസ് ഫണ്ടിന്റെ ആയാലും തൊഴിലുറപ്പ് ഫണ്ടിന്റെ എല്ലാം വെട്ടിച്ചുരുക്കി നമ്മൾ പോകുന്ന ഈ ഘട്ടത്തിലാണ് ഇപ്പം തൊഴിലുറപ്പിന്റെ ഒക്കെ മാറ്റം വന്നിട്ടുള്ളത്. അതിന് ചെയ്യാന്ന് വെച്ച് നമ്മളെ കാലാവധി കഴിഞ്ഞു. അതൊക്കെ നല്ല രീതിയിൽ ഇനി നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ ഉൾപ്രദേശത്ത് ഇപ്പം എന്ന് വെച്ചാൽ പെരുവ, ചെക്കേരി പോലെയുള്ള മേഖലകളിലൊക്കെ വിവിധ കുന്നിൻ പ്രദേശത്തായ വീടുകളുള്ളത്. അപ്പൊ അത്തരത്തിൽ വീടുകളിലേക്ക് നമുക്ക് റോഡുകൾ എത്തിക്കുക. റോഡ് ചെയ്താലും തീരുന്നില്ലാത്ത പോലെ അത്രയും റോഡുകളുണ്ട്, വീടുവഴികളാണ്. തീർച്ചയായും നിരവധി ഭാവി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വെക്കുന്നത്. എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. കണ്ണൂർ ജില്ലയിലെ കോളയാട് ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പങ്കുവച്ചത്. നന്ദി ശ്രീമതി റിജി. എൻ്റെ പഞ്ചായത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളുമായി തിരിച്ചെത്താം. നമസ്കാരം.